തമിഴ് പുലിത്തലവനായിരുന്ന വേലുപ്പിള്ളെ പ്രഭാകരൻ. അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിലെ ആളുകൾ കുറവായിരിക്കും. എന്നാൽ കേരളത്തിലെ ഒരു വനിതാ ജേർണലിസ്റ്റ് പ്രഭാകരനുമായി സംസാരിച്ചിട്ടുണ്ട്. പേര് പത്മജ എസ് മേനോൻ. പത്മജ എസ് മേനോനെ കൊച്ചിക്കാർ പെട്ടെന്ന് ഓർമ്മിക്കുന്നത് കൊച്ചി നഗരത്തിലെ കൗൺസിലറായ പത്മജ എസ് മേനോൻ എന്ന BJP നേതാവ്, പഴയ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന ബഹുമാന്യനായ SCS മേനോൻ്റെ മകൾ. അതും ഒരു വലിയ ചരിത്രമാണ്. പക്ഷേ എനിക്കിപ്പോൾ അറിയേണ്ടത് ഈ ജേർണലിസ്റ്റ് എന്ന നിലയിൽ പ്രഭാകരനെ കണ്ട കഥയും അതിൻ്റെ പശ്ചാത്തലവും, പ്രഭാകരനോട് സംസാരിച്ചതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇപ്പം അച്ഛൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് തുടങ്ങാം. അച്ഛനായിരുന്നു എനിക്ക് വളരെ സപ്പോർട്ട്. എനിക്കൊരു വലിയ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ അവസാന നിമിഷം എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ രാത്രി 12 മണിക്ക് എറണാകുളം നോർത്തിൽ നിന്ന് പോകുന്ന ട്രെയിനിൽ ആണ് നമ്മൾ കാലിക്കറ്റിലേക്ക് നമ്മുടെ മാറ്റർ അയക്കേണ്ടത്. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നിട്ട് പിന്നെ അച്ഛൻ എന്നെയും കൊണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ പോയി ആ ഡ്രൈവറുടെ പുറപ്പെടുന്ന ട്രെയിനിൻ്റെ ഡ്രൈവറുടെ കയ്യിലേക്ക് നമ്മുടെ ലേഖനങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ഗൃഹലക്ഷ്മിയിലായിരുന്നു, മാതൃഭൂമിയുടെ തന്നെ. ഞാൻ ജേർണലിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ച ആളല്ല, ഒരു കെമിക്കൽ എഞ്ചിനീയർ ആവണമെന്ന് വിചാരിച്ച് സ്വിറ്റ്സർലൻഡിലെ ഗേൾ ഗൈഡിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്ത്, ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് സ്വിറ്റ്സർലൻഡിൽ പോയി. അവിടെ ഒരു 2ാം സ്ഥാനം കിട്ടിയപ്പോൾ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ അൽഫോൺസൺ കോളേജിൽ എനിക്ക് കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. തിരിച്ചു വന്നപ്പോൾ മാതൃഭൂമിയിൽ പറഞ്ഞു, ആ സമയത്തൊന്നും പെൺകുട്ടികൾ പുറത്ത് പോകുന്നില്ല, പ്രത്യേകിച്ചൊരു നാഷണൽ സ്കോളർഷിപ്പിൽ പോകുന്നില്ല. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വത നിരകളിലെ വിശേഷങ്ങളെക്കുറിച്ചൊന്ന് എഴുതാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റുമെന്നൊന്നും അറിയില്ല, പക്ഷേ കോളേജിൽ വെച്ച് കഥാകവിതയൊക്കെ ഇങ്ങനെ എഴുതുമായിരുന്നു. ഒരു എഴുതിക്കോളൂ, നമ്മൾ എഡിറ്റേഴ്സ് ഉണ്ടല്ലോ, നിങ്ങളൊന്ന് എഴുതിക്കോളൂ എന്ന്. 1 ലക്കം എന്ന് പറഞ്ഞത് അത് 4 ലക്കത്തിലേക്ക് പോയി. ഞാൻ സാധാരണ സംസാരിക്കുന്ന പോലെയാണ് എഴുതുന്നത്. അതൊരു വലിയ വായനക്കാർക്കിടയിൽ നല്ലൊരു സ്വാധീനമായി. വലിയ സാഹിത്യം ഇഷ്ടപ്പെട്ടു. സാഹിത്യമൊന്നും എഴുതാൻ അറിഞ്ഞുകൂടാന്ന് വിചാരിച്ചോളൂ, ലിമിറ്റഡ് വൊക്കാബുലറിയാണ്. അപ്പോൾ അവിടെ എനിക്കവർ ജോലി തന്നു, ഗൃഹലക്ഷ്മിയിൽ ജോലി തന്നു. ഭയങ്കര, കാരണം ആൾക്കാരൊക്കെ നമ്മളെ അറിയുന്നു, പത്മജ എസ് മേനോൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആൽപ്സിൽ പോയിക്കണം, അങ്ങനെ പോയിക്കണം, ഭയങ്കര ഇത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് അന്ന് MD നാലാപ്പാടാണ് മാതൃഭൂമിയിലെ എഡിറ്റർ. ഞാനൊരു കാര്യം പറഞ്ഞു, MD നാലാപ്പാടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാധവിക്കുട്ടി മാഡത്തിനെ കാണാനായിട്ട് ഞാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് പറയാം, മോളെ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കൂ എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. മാഡം നടന്നുകൊണ്ടിരിക്കുകയാണ്, സാറ് ഹസ്ബൻഡ് അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വെച്ച്, കുഴപ്പമില്ല, അതങ്ങനെ അവളെ ഏതോ ഒരു കഥയുടെ ലോകത്താണ്, അതാണ് ഈ വിളിച്ച് പറയുന്നത്. അപ്പം എന്നെ വന്ന് പുലിക്കെട്ട് പറയാം, മോള് പോകുമ്പോൾ എന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എനിക്കിവിടെ ഒരു ജീവിതമില്ല. അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തെ നോക്കണ്ട. അപ്പം അദ്ദേഹം, സാരില്ല, കഥ എഴുതുകയാണ്, മനസ്സിൽ കഥ എഴുതുകയാണ്. അപ്പോൾ MD നാലാപ്പാടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് അത് പറഞ്ഞേ ഉള്ളൂ. എനിക്ക് എന്ത് ചെയ്യുന്നറിയില്ല, മാഡം വല്ലപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ചിരിക്കുകയാണ്, ഹസ്ബൻഡ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീ MD നാലാപ്പാട് പറഞ്ഞു, പത്മജ ഇങ്ങനെ ഒന്ന് പോയിട്ട്, എനിക്കിങ്ങനെ ഭയങ്കര ഒന്നും പേടിയില്ല, ആ സമയത്ത് ഒന്നിനും പേടിയില്ല. അച്ഛൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഒരു പേടിയില്ല. കാലുറയ്ക്കുമ്പോൾ തന്നെ ഞങ്ങളെയൊക്കെ 2 വീലർ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചു. അത് കുറച്ച് വലുതായപ്പോഴേക്കും അന്ന് സ്കൂട്ടി, TVS സ്റ്റാമ്പ്, ഇങ്ങനെ ചെറിയ സൈക്കിൾ. ഒരു ദിവസം ഈ അച്ഛനെ കുറിച്ച് സംസാരിക്കണം. സ്വതന്ത്ര ട്രേഡ് യൂണിയൻ കേരളത്തിന്റെ ചരിത്രത്തിൽ വലിയൊരു ഇതിഹാസ തുല്യ കഥാപാത്രമാണ്. അതെ, നമുക്ക് ആ സൈക്കിൾ ഓടിക്കുന്ന സൈക്കിൾ ഓടിക്കാൻ അമ്മുമ്മയാണ് പഠിപ്പിച്ചേ. ഏത് അമ്മയുടെ അമ്മ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ 120 വയസ്സുണ്ടാവുമായിരുന്നു. ആ അമ്മുമ്മയാണ് എന്നെയും ചേച്ചിയും ഓൾഡ് ദേവര റോഡിലിട്ട്, അതൊക്കെ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കണം. അമ്മുമ്മ ബോംബെയിൽ വെച്ച് സൈക്കിൾ ഓടിച്ച് ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ പോയി മേടിക്കായിരുന്നു എപ്പോഴും. ഏത് സ്വാതന്ത്ര്യത്തിന് എത്രയോ മുമ്പുള്ള കാലമാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഇതായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ക്രോസിങ്ങിൽ നിൽക്കുമ്പോഴേ മുകളിൽ നിന്നുള്ള ശബ്ദം, പണ്ടിങ്ങനെ പോലീസുകാരിൽ നിന്നുള്ള ട്രാഫിക് ഐലൻഡാണ്, അവരിങ്ങനെ കൊടയായിട്ട് അവരിങ്ങനെ സ്റ്റോപ്പ് ഇങ്ങനെയൊക്കെ കാണിക്കും. അങ്ങനെയാണ്, ലൈറ്റൊന്നുമില്ല. ഇന്ന് സൈക്കിൾ എടുത്തില്ലേ എന്നിങ്ങനെ ഒരു ശബ്ദം. ഞാൻ നോക്കാം, പോലീസുകാരൻ ഇങ്ങനെ വായി നോക്കിയായോ? അപ്പോൾ അങ്ങേര് ഞാൻ ഇങ്ങനെ നോക്കി, ഞാൻ മുഖത്തേക്ക്. അപ്പം അല്ല, ദിവസവും സൈക്കിൾ കാണുന്നതിന് സൈക്കിളിന് എന്ത് പറ്റി എന്നറിയാൻ വേണ്ടിയിട്ട് MG റോഡിൽ. അപ്പം ഇങ്ങനെയൊക്കെ ഒന്നും പേടിയില്ലാതെയാണ് വളർത്തിരിക്കുന്നത്. അമ്മൂമ്മയുടെ ചിലക്കിപ്പം പറയും, അച്ഛൻ്റെ മുമ്പിലിരുന്നാണ് സംസാരിക്കുന്നത്. അച്ഛനിങ്ങനെ വേൾഡ് ക്ലാസിക്സ് ഒക്കെ മേടിച്ചോണ്ട്, ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചിരിക്കുന്നത്, അതിൻ്റെ പരിഭാഷയും കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അച്ഛനായിട്ടിരുന്ന് സമ്മതിക്കും.
അപ്പോൾ അമ്മൂമ്മ പറയും ഞങ്ങളൊന്നും അച്ഛൻ്റെ മുമ്പിൽ ഇരുന്നിട്ടില്ല, അച്ഛൻ്റെ മുമ്പിലിരുന്നാണ് തർക്കിക്കുന്നത്, എന്തെന്നാണ് കലികാലം എന്നൊക്കെ പറയും. അമ്മൂമ്മ സൈക്കിൾ പഠിപ്പിച്ചെന്നുള്ളത് വേറെ കാര്യം. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു അകക്കണ്ണ് തുറന്ന് ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ നമ്മുടെ കൂടെയാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ MD സാറ് പറഞ്ഞു പത്മജയ്ക്ക് ഒരു ഇതുണ്ട്, ഇങ്ങനെ എവിടെ പോയാലും കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ പത്മജ ഒന്ന് LTT മിൽട്ടൺസിനെ ഒന്ന് കണ്ടുപിടിക്കുക. ആ സമയത്ത് രാമേശ്വരത്ത് അവർ കുറേ പേര് അഭയാർത്ഥികളായിട്ട് രാമേശ്വരത്ത് മണ്ഡപത്തുമൊക്കെ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് സുനിൽജി എൻ്റെ മനസ്സിൽ തട്ടൊരു കാര്യം, ഞാൻ സെൻറ്റ് റിസാസിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ എക്സ്കേർഷന് ഇവിടെ പോയി, ശ്രീലങ്കയിൽ പോയി. അപ്പം ജാഫ്നയ്ക്ക് ആണ് പണ്ട് ബോട്ടുകൾ വന്ന് ചേരുക. പക്ഷെ അവിടെ പ്രശ്നങ്ങൾ തമിഴ് മിൽട്ടൺസിൽ നടക്കുന്നതുകൊണ്ട് തലൈമണ്ണാറിൽ നിന്നാണ് ഞങ്ങൾ ജാഫ്നയ്ക്ക് പോയി. അവിടെ നിന്ന് ബസ്സിൽ എല്ലാം കണ്ടു വന്നു. തിരിച്ച് ഞങ്ങൾ കയറിയ ഷിപ്പിൽ ധാരാളം അഭയാർത്ഥികളുണ്ടായിരുന്നു. വർഷം ഇത്ര കഴിഞ്ഞിട്ടും 40 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. കാരണം വണ്ടി ബോട്ടിൽ ഷിപ്പിൽ വലിയ ഷിപ്പാണ്, അതിൽ എന്താണ് അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പിടിച്ചിരിക്കുക. കാരണം ചിലപ്പോൾ ഇനി കാണില്ല, അഭയാർത്ഥികളായിട്ട് അവർ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇവർ എന്താണ് ശ്രീലങ്കൻ തീരത്ത് നിൽക്കുന്ന ആൾക്കാർ ഇനി അവരെ കാണുമോ എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാൽ അവർക്കെല്ലാം വിട്ടുപോരാൻ പറ്റില്ല, അവരുടെ സർവസ്വവും ശ്രീലങ്കയിലാണ്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ അവരുടെ കൈയിൻ്റെ ശക്തി കൊണ്ട് ചിലപ്പോൾ ഷിപ്പ് പുറപ്പെടാൻ പറ്റില്ല, നമ്മളിങ്ങനെ നടുവിലൊക്കെ ഇടുന്ന പോലെ അതങ്ങനെ കിടക്കുമോ, ഇങ്ങനെ പിടിച്ചിങ്ങനെ ഷിപ്പിങ്ങനെ അകന്നു പോകുമ്പോൾ നമ്മൾ സിനിമയിലേക്ക് കാണുന്നതിൽ ഇങ്ങനെ 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 കൈ ഇങ്ങനെ അകന്നകന്ന് ഷിപ്പിൻ്റെ ശക്തിയിൽ, എന്നിട്ട് ഇങ്ങനെ കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ നിൽക്കുക. അതിൽ അമ്മയുണ്ട്, മകനുണ്ട്, പറഞ്ഞയക്കുകയാണ് ഇന്ത്യയിലേക്ക് സ്വസ്ഥമായൊരു ജീവിതത്തിന് വേണ്ടിയിട്ട്. ഇവർക്ക് ഇങ്ങനെ കണ്ണീരിങ്ങനെ ഒഴുകി 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 വീഴുക. അവർ അത് തുടയ്ക്കുന്ന പോലെയില്ല, കൈ ഇങ്ങനെ ഇങ്ങനെ അണ്ണാ തമ്പി ഇത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഷിപ്പിൽ നിന്നവരും വിളിക്കുന്നുണ്ട്, കരയിൽ നിന്നവരും വിളിക്കുന്നുണ്ട്. ആ ഒരു അനുഭവം ഞാനത് എൻ്റെ കണ്ണിൽ നിന്ന് ഇപ്പോഴും പോകുന്നില്ല. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു ഇത് എനിക്കുണ്ടായിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞു. അല്ല ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് വേണോ വേണ്ടോ എന്നിങ്ങനെ ആലോചിച്ചു കണ്ണ് നിറഞ്ഞു. മാത്രമല്ല എൻ്റെ തലയിലൊരു ഒരു തരിപ്പ് പോലെയും വന്നു. അവിടെ ഒരു ആ ഡെക്കിൽ ഒരു സീറ്റിൽ ഒരു ഫോറിൻ സന്യാസിയെ പോലെ ആക്കിയ നീല കണ്ണുള്ള ഒരു സന്യാസി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ടൊരു ശാന്തത നമ്മുടെ കൃഷ്ണമണിയുടെ ഉള്ളിൽ ഇങ്ങനെ കാണില്ലേ, അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ അകന്നു പോകുന്ന ആൾക്കാരുടെ പ്രതിബിംബം ആ കണ്ണുകളുടെ കൃഷ്ണമണിയിൽ പ്രതിഫലിക്കും. അപ്പം നീലക്കടൽ, നീലക്കണ്ണ്, അതിൽ ആ ഇങ്ങനെ അകന്നകന്ന് പോകുന്ന ആ ഒരു ചിത്രം എൻ്റെ കണ്ണിൽ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ എന്തൊരു വേദനാജനകമായ കാര്യമാണെന്ന് ഞാനത് ഇവിടെയും കണ്ടിട്ടുണ്ട്, കാശ്മീരിലും കണ്ടിട്ടുണ്ട്. അത് നിൽക്കട്ടെ. ഇപ്പം നമ്മൾ ചോദിച്ചത് വേലുപ്പിള്ള പ്രഭാകരനെ കുറിച്ചാണല്ലോ ചോദിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അദ്ദേഹത്തിനൊരു ഗുണമുണ്ട് കേട്ടോ, MD നാലാപ്പാണ്, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കും. ആ സമയത്ത് ലേഡീസ് റിപ്പോർട്ടിങ്ങിലില്ല, എല്ലാവരും സബ് എഡിറ്റിങ്ങിലാണ് ലേഡീസ് ഉള്ളത്. മനോരമയൊന്നും ആ സമയത്ത് റിസപ്ഷനിസ്റ്റായിട്ട് പോലും സ്ത്രീകൾ എടുക്കാത്ത സമയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 83 കാലഘട്ടം എൻ്റെ മോൾ അത് കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടെ ചെന്നു, ധൈര്യമായിട്ട് ചെന്നു. അപ്പോൾ അതിനെ കണ്ടാലും ഒരു LTT പോലെ തോന്നും. അതുപോലത്തെ ഒരു ജീൻസ് അല്ല, ഒരു പൈജാമയും ജുബയും അങ്ങനത്തെ ഒരു ഇതൊക്കെ ഇട്ട് സോൾ സഞ്ചി, ബൂജി സഞ്ചി, പണ്ടത്തെ തുണി സഞ്ചി, ബൂജി സഞ്ചി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നടക്കും, 2 സൈഡിലും പിന്നിട്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ഓരോ സ്ഥലത്തും ചെന്ന് ക്യാമ്പ് കണ്ടുപിടിക്കണമല്ലോ, എവിടെ നിന്നാണ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ചിലർ നമ്മളെ സംശയത്തോടെ തോന്നുന്നുണ്ട് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഓഫീസേഴ്സാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പോലീസുകാരാണോ, എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ. ഇങ്ങനെ നടന്ന് കുറേ പേരെന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു സൈക്കിൾ വാടകയ്ക്കെടുത്തു. ആ സൈക്കിളിലാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്, അന്വേഷിച്ച് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ആ സൈക്കിൾ ഒറ്റപ്പെട്ടൊരു സ്ഥലത്തെത്തി. ഇപ്പോൾ ഈ എൻ്റെ പുറകെ വന്ന ആൾക്കാർ എനിക്ക് മനസ്സിലായി, അവർ LTTയുടെ ആൾക്കാർ തന്നെയാണെന്ന് മനസ്സിലായി. ഞാൻ സൈക്കിൾ നിർത്തി, തമ്പി എന്നാ പ്രശ്നം, അണ്ണ എന്നാ പ്രശ്നം, இதுக்கு வந்து என்னை ஃபாலோ பண்ணுறது, எந்த ப்ராப்ளம் பொண்ணு உங்களை இதுக்கு இங்கே வந்து ഞങ്ങളെ കേൾക്കുന്നത്. ഇപ്പോൾ பிரபாகரன் அண்ணாவோட இது வசதி எங்கே, இது LTT கேம்ப் எங்கே எல்லாம் உங்களும் வந்து கடைகளில் ആൾക്കാർക്കിട്ടേ പേശിയിട്ട് ഇരിക്കുക, உங்களுக்கு என்ன ஞாபகம். അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വന്ന് ജേർണലിസ്റ്റ്, ഇത് താ എൻ്റെ ID കാർഡ്. അപ്പോൾ നിങ്ങൾക്കിവിടെ, ഞാൻ തമിഴിൽ പറഞ്ഞ് എനിക്ക് തന്നെ തമിഴ് ശരിക്കും പറഞ്ഞുകൂടാ. അപ്പം നിങ്ങൾ ഇവിടെ എങ്ങനെ ജീവിക്കും? നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട്, നിങ്ങൾ വലിയ വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കുന്നു, വലിയ സുഖങ്ങളിൽ താമസിക്കുന്നു, എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് എന്താണ് ശ്രീലങ്കയിലൊരു
അൺട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ഞങ്ങൾ സാധാരണക്കാരുടെ ധാരണ. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടും നിങ്ങളെ കാണാനും പ്രഭാകരൻജിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് പറ്റുമെങ്കിൽ കാണാനാണ്. അപ്പോഴിതാനാ ഞങ്ങളുടെ കൂടെ വാങ്ങോ അക്ക എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയപ്പോൾ എൻ്റെ സുനിൽജി നമ്മൾ കാണില്ല, ടെൻ്റൊക്കെ അടിച്ച് താമസിക്കും. ടെൻ്റല്ല, വീട് തന്നെയാണ്. താഴെ ഉപ്പുമാവ്, അവരുടെ രാവിലെ കഴിക്കണ പൊങ്കൽ, അതൊക്കെ നിലത്തിരിക്കേണ്ട കുറേ വയർലെസ് സെറ്റുകൾ ഇരിപ്പുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ കേട്ടോ. അപ്പോൾ എനിക്കും കഴിക്കാതിരിക്കാൻ പറ്റൂലല്ലോ, സംശയം. അപ്പോൾ അത് ഞാൻ കഴിക്കാൻ നമുക്ക് തോന്നാത്തൊരു സാഹചര്യം, അത്രയും മോശമായ ഒരു സാഹചര്യത്തിൽ അവർ ജീവിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്ന് രാത്രി ഞങ്ങൾ ശ്രീലങ്കയിലേക്ക് പോകുന്നുണ്ട്, ഞങ്ങളോട് വരാമോ? പിന്നെന്താ അക്ക, ചുറ്റും നമ്മളുടെ IPKF ഫോഴ്സസ് ഉണ്ടാകും, പോലീസ് പെട്രോളിംഗ് ഉണ്ടാവും, നമ്മളുടെ ബോട്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ നമ്മളെ ഷൂട്ട് ചെയ്യും, പിന്നെ അക്ക ഇവിടെ വീഴും, പിന്നെ കുടുംബത്തിനെ കാണാൻ പറ്റില്ല. കുടുംബത്തിനെ കാണേണ്ടത് ദൈവം തീരുമാനിച്ച സമയം, ഞാൻ എൻ്റെ മരണസമയം, അത് എനിക്കതിൽ പ്രശ്നമില്ല, ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവരുടെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ അവരുടെ ജീവിത രീതിയെക്കുറിച്ചും അതൊക്കെ സംസാരിച്ച് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ അന്ന് ഭയങ്കര കടൽക്ഷോഭം. ഇതിവിടെ ബോട്ടാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, സാധാരണ ബോട്ടാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കുറേ നേരം ട്രൈ ചെയ്ത് നമ്മുടെ വെടി കൊള്ളാണ്ട് തന്നെ മരിക്കുന്ന ഒരവസ്ഥ എത്തിയപ്പോൾ തിരിച്ചു വന്നിട്ട് അവരൊന്ന് കവലപ്പെടേണ്ട, നമ്മൾ പ്രഭാകരൻ അണ്ണ സംസാരിപ്പിക്കാമെന്നും പറഞ്ഞിട്ട് വയർലെസ്സിൽ കണക്ട് ചെയ്ത് തന്നിട്ട് ഞാൻ അദ്ദേഹമായിട്ട് കുറേ നേരം സംസാരിച്ചു. അപ്പം പോകാൻ പറ്റിയില്ല, എന്നാലും അദ്ദേഹം പറഞ്ഞു സാരില്ല, ഞങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ നേരത്തെ ശ്രീലങ്ക സന്ദർശിച്ചിട്ടുള്ള ആളാണെന്ന് പറഞ്ഞല്ലോ, എന്തിനു വേണ്ടിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, ഞങ്ങൾ എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, ഞങ്ങളിവിടെ ജനിച്ചു വളർന്ന പൗരന്മാരാണ്, ഞങ്ങൾക്കും അതിൻ്റേതായ അവകാശങ്ങളും കാര്യങ്ങളും ഉണ്ട്. തമിഴ് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് കയറി വന്നതാണ്. ഇപ്പോൾ വേറൊരു മഹാരാഷ്ട്രയിൽ എത്രയോ തമിഴന്മാരുണ്ട്, അവരെ ഇതാക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ്, ഞങ്ങൾ ശ്രീലങ്കക്കാരായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്, അല്ലാണ്ട് വേറെ യാതൊരു വിധത്തിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഞങ്ങളായിട്ട് ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ മേത്തേക്ക് മെക്കിട്ട് കയറാൻ വന്നാൽ ഞങ്ങൾക്ക് അതിനെ ശക്തമായി പ്രതിരോധിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പം ഞാൻ സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ട് ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ കുറേ പേരെന്നെ വളഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ശ്രീലങ്കൻ തമിഴാ? അപ്പോൾ നമുക്ക് പേടിയായി, ഇവർ ശ്രീലങ്കൻ ശരിക്കുള്ള ആൾക്കാരോ അതോ എന്താണെന്ന് നമുക്ക് പേടിയായി. അപ്പോൾ നമ്മൾ വേഗം ഇന്ത്യൻ പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്തു, അല്ല കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണെന്ന്. ആ സമയത്ത് ധാരാളം ശ്രീലങ്കക്കാരുടെ അഭയാർത്ഥി ക്യാമ്പുകൾ കേരളത്തിലും ഉണ്ടായിരുന്നു. അത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്ന് എഴുതി, പുലിമടയിൽ ഒരു കൂടിക്കാഴ്ച എന്നും പറഞ്ഞിട്ടാണ്. ഞാൻ ഇടയ്ക്ക് കാര്യം ചോദിക്കട്ടെ, അതിലേക്ക് വരാം. അപ്പോൾ ആദ്യമായിട്ട് ഈ വയർലെസ് സെറ്റിലൂടെ പ്രഭാകരനെ കണക്ട് ചെയ്യുന്നു. ആദ്യം പ്രഭാകരൻ്റെ ശബ്ദം കേട്ടപ്പോൾ എന്ത് തോന്നി? സാധാരണ ഒരു മനുഷ്യൻ്റെ ശബ്ദം, നമ്മൾ വിചാരിക്കില്ലേ സുനിൽജി ഇങ്ങനെ ഭയങ്കര മുഴങ്ങുന്ന ഗാംഭീര്യമുള്ള അങ്ങനത്തെ ഒരു വളരെ അവർ സംസാരിച്ചിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പോൾ എന്നെ ഞാൻ പറയുമ്പോൾ തങ്കച്ചിയാണ്. അപ്പോൾ എന്നെ വണക്കം തങ്കച്ചി, എനിക്കപ്പോൾ ഒന്ന് 23-24 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. തങ്കച്ചി സൗഖ്യമാ, എന്തെങ്കിലും പ്രോബ്ലം ഇവിടെ ഉണ്ടോ, ഞങ്ങളുടെ കൂടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, അവിടെ പോയിട്ട് കടൽ ചുരുക്ക് വന്നോ, ചോദിച്ചു, ഇങ്ങനെ ഛർദ്ദിക്കാൻ വന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, വന്നില്ല. അപ്പം നിങ്ങൾ നമ്മളുടെ ബ്ലഡാണല്ലോ, നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ വേറെ അണ്ണന്മാരൊക്കെ ഛർദ്ദിച്ചോ? അപ്പോൾ എനിക്ക് എന്താ മറുപടി പറയണമെന്ന് അറിയില്ലേ. അവർ 1-2 പേർക്ക് ആ കടൽ ചുരുക്കിൻ്റെ ഇത് ഉണ്ടായി, വോമിറ്റ് ചെയ്തു. അപ്പോൾ അതെനിക്ക് പറഞ്ഞാൽ എങ്ങനെയാവും അറിയില്ലല്ലോ. ഞാൻ ഇല്ല, ആർക്കും പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ തങ്കച്ചിക്ക് നിലനിൽപ്പിന് വേണ്ടി പറയാൻ അറിയാമല്ലേ, എനിക്കറിയാം. അവർ 1-2 പേര് നമ്മൾ മനുഷ്യരല്ലേ, അപ്പോൾ അവർക്ക് വോമിറ്റിംഗ് വന്നിട്ടുണ്ടാവും എന്നറിയാം. പക്ഷെ തങ്കച്ചി അത് നല്ലൊരു അക്കയെ മാതിരി അതിനെ ഒളിപ്പിച്ച് വെച്ച് അവരെ സേഫ് ഗാർഡ് ചെയ്തു. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ. അവിടെ ഇരുന്നുകൊണ്ട് ഞാനെല്ലാം അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വരാറുണ്ട്. കാണാൻ പറ്റാത്ത ഒരിക്കൽ സമയം കിട്ടുമ്പോൾ ഞാൻ അറിയിക്കാം, നമുക്ക്
നേരിട്ടപ്പോഴേക്കും പിന്നെ ഭയങ്കര വാറങ്ങ് കുടുംബരി കൊണ്ട് നമ്മൾ സമാധാനം പാലിക്കാൻ ചെന്ന ഇന്ത്യൻ സേനയ്ക്ക് അവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടത്. പക്ഷെ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. ആരെയാണ് കുറ്റം പറയേണ്ടത്, ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടതെന്ന് എനിക്ക് സംശയം തോന്നുന്ന പോലത്തെ ധാരാളം വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ നമുക്ക് ഒരു സഹതാപമുണ്ട് തമിഴ് പുലികളോട്. അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് പൊരുതിയത്. പിന്നെ മാത്രമല്ല ഇന്ത്യൻ സേനയെ ശ്രീലങ്കക്കാരൻ്റെ ഒരു കുബുദ്ധി കൊണ്ട് അവർക്കെതിരെ തിരിച്ചതാണ്. എന്നിട്ട് അവർ കൈകെട്ടി മാറിയിരുന്നു. നമ്മൾ തമ്മിൽ പരസ്പരം നമ്മുടെ ആളുകളോട് നമ്മൾ തന്നെ പടവെട്ടി നമ്മൾ തന്നെ മരിക്കുന്നു. നമ്മുടെ ഒരു പ്രധാനമന്ത്രി എന്താ നടക്കുന്നത്? തീർച്ചയായിട്ടും കാശ്മീരിൽ എന്താ നടക്കുന്നത്? നമ്മുടെ ചോരയാണ്. ഈവൻ പാകിസ്ഥാനാണെങ്കിൽ പോലും നമ്മുടെ ചോരയല്ലേ. നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരിൽ ബംഗ്ലാദേശിലും എല്ലാം ഇരിക്കുന്നത് നമ്മളുടെ ചോര തന്നെയില്ലേ. അതിൻ്റെ ധാരാളം അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് വേറൊരു അവസരത്തിലാവും. ഞാൻ തിരിച്ചു വന്നിട്ട് പുലിമടയിലൊരു കൂടിക്കാഴ്ച എന്നാണ് എഡിറ്റോറിയൽ ബോർഡ് അതിന് കൊടുത്ത ഇത് പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ 4 ഒരു എപ്പിസോഡെന്ന് പറഞ്ഞിട്ട് 2 എപ്പിസോഡിലേക്ക് ഫ്രണ്ട് പേജിൽ തന്നെ അത് പോയി. അപ്പോൾ എൻ്റെ ബ്രദറിൻലോ എന്താണ് പാസഞ്ചർ ട്രെയിനിൽ വരുമ്പോൾ ഒരാൾ വായിച്ച മാതൃമയാണല്ലോ, വായിച്ചിട്ട് പറയാണ്, അയ്യോ ഇപ്പം ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളുടെ പേരും പറഞ്ഞിട്ടാണ് കൊടുക്കണേ. ഏത് പെണ്ണ് ഇവിടെ നിന്ന് അവിടെ പോയിട്ട് ഇതൊക്കെ ചെയ്യും? ചുമ്മാ ഒരു പത്മജ എസ് മേനോൻ, ഇതാര് വിശ്വസിക്കാനാണ്? അപ്പോൾ എൻ്റെ ബ്രദറിൻലോ, നിങ്ങൾ എന്താ പേര് പറഞ്ഞേ? പത്മജ എസ് മേനോൻ. അത് എൻ്റെ സിസ്റ്ററിൻലോ ആണ്. അപ്പോൾ സത്യമാണോ? പെണ്ണ് തന്നെയാണോ എഴുതിയത്? ഇത്രയും ധൈര്യമോ? അവർക്ക് ധൈര്യം കുറച്ച് കൂടുതലാണെന്നാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പൊതുവായ അഭിപ്രായം എന്നും ആ ഒരു സംസാരം ഉണ്ടായി. പക്ഷെ അതിന് ശേഷം ഞാൻ അവിടെ പോയതിന് ശേഷം എനിക്ക് തമിഴ് പുലികളോടൊരു സഹാനുഭൂതി. കാരണം ഈവൻ രാമേശ്വരത്തെ എല്ലാ ആൾക്കാരോടും അവരോടൊരു സഹാനുഭൂതിയുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒളിത്താവളങ്ങൾ അവിടെ സ്വാഭാവികമായി ഉണ്ടായിക്കോളും. കാരണം അവരുടെ ഏറ്റവും വലിയ നല്ല കാലത്തിൻ്റെ ഗുണഭോക്താക്കൾ രാമേശ്വരത്തിരിക്കുന്ന കടക്കാരാണ്. അവിടെ നിന്ന് വന്ന് ഇറങ്ങി ഇവിടെയുള്ള കടകളിൽ നിന്നല്ലേ സാധനങ്ങൾ മേടിച്ചിട്ട് പോകുന്നത്. അവരുടെ എല്ലാ ഐശ്വര്യങ്ങളും, ശ്രീലങ്കൻ തമിഴരുടെ എല്ലാ ഐശ്വര്യങ്ങൾക്കും ഒരു പങ്ക് പറ്റിയതാണ് രാമേശ്വരത്തെ കച്ചവടക്കാരും ജനങ്ങളും എല്ലാവരും. അപ്പോൾ അവർക്ക് ഒരു ചീത്തക്കാര്യം വരുന്നതോ അവർക്ക് ഒരു തിന്മ വരുന്നതോ അവരെ കൊണ്ട് ആലോചിക്കാൻ പോലും പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ അന്ന് വൈകുന്നേരത്തെ റിസർവ്ഡ് ഒന്നുമല്ല. അപ്പോൾ രാമേശ്വരത്തും അഭയാർത്ഥി ക്യാമ്പുകളുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാം, 4-5 പേരെന്നെ വാച്ച് ചെയ്യുന്നത് ഫീൽ ചെയ്യാം. ദേ വോണ്ട് ടു മേക്ക് ഷുവർ ഞാനൊരു ഇൻ്റലിജൻസ് ഓഫീസറോ പോലീസ് ഓഫീസറോ ഒന്നും അല്ല എന്ന്. അപ്പം ഞാൻ ഒന്നും ഒരു അസ്വാഭാവികമായിട്ടൊന്നും കാണിച്ചു. ഞാൻ ബുക്ക് വായിക്കും, എപ്പോഴും ബുക്ക് വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ചുറ്റും ഇവരുടെ കണ്ണുകൾ ഫീൽ ചെയ്യാം. അവരിതിവിടെ നമ്മളുടെ വന്ന് അവസാനിക്കുന്ന സ്റ്റേഷൻ വരെ അവരെന്നോടുണ്ടായിരുന്നു. ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോവുകയും ചെയ്തു. അങ്ങനെയാണ് ആ ഒരു എപ്പിസോഡിനെ കുറിച്ച് ഞാനിപ്പോൾ ഓർക്കുന്നത്. അത് വല്ലാത്തൊരു അനുഭവമായി. ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ വല്ലാതെ തട്ടിയത് ആ കപ്പലിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സീനാണ്. അങ്ങയുടെ കണ്ണുകൾ നിറയുക മാത്രമല്ല, അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത്രയും മനോഹരമായി ആ രംഗത്തെ ദൃശ്യവൽക്കരിക്കുന്നത് പോലെ പറയാൻ കഴിഞ്ഞ ഒരാൾക്ക് എത്ര മനോഹരമായി അന്ന് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ ഓർക്കുകയാണ്. സുനിൽജി, അതൊരു ആരുടെ ജീവിതത്തിൽ അത് വരരുതെന്ന് മാത്രമാണ് ഞാൻ ഇപ്പോഴും ആക്കുന്നത്. പിന്നെ അവർ കണ്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അതെ 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 ഇതുപോലെ തന്നെയാണ് കാശ്മീരി പണ്ഡിറ്റ്സിൻ്റെ കാര്യം. അത് നമുക്ക് അവിടെ നിന്ന് പറിച്ചു മാറ്റപ്പെട്ട് അങ്ങനെയൊന്നും അല്ല കഥ. അത് നമുക്ക് സംസാരിക്കണം. ഏതായാലും നമുക്ക് അടുത്ത വരാൻ പോകുന്ന നമ്മുടെ എപ്പിസോഡുകളിൽ ആ കഥകളൊക്കെ നമുക്ക് പറയാം. ഏതായാലും ABC-യുടെ ഒപ്പം ഇത്രയും നേരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിച്ചതിന് നന്ദി. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.